ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്കണോമിക് സിസ്റ്റത്തിനെ കുറിച്ചാണ്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നേ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെന്നാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. നമുക്ക് 3 ടൈപ്പ് എക്കണോമിക് സിസ്റ്റമാണ് പഠിക്കാനുള്ളത്: സോഷ്യലിസം, ക്യാപിറ്റലിസം ആൻഡ് കമ്മ്യൂണിസം. ആദ്യം നമുക്ക് സോഷ്യലിസം എന്താണെന്ന് നോക്കാം. Socialism is a system where the entire means of production and distribution of goods and services are under the control of state or government. ഒരു രാജ്യത്തെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആയിക്കോട്ടെ, സർവീസസിൻ്റെ കാര്യമായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് സ്റ്റേറ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് എന്നാണെങ്കിൽ, അത്തരം എക്കണോമിക് സിസ്റ്റത്തിനെയാണ് സോഷ്യലിസം എന്ന് പറയുന്നത്. ഇവിടെ എല്ലാം സ്റ്റേറ്റിൻ്റെ കൺട്രോളിലായിരിക്കും നടക്കുന്നത്. If there is any surplus in the economy, it is distributed to the all citizens. അപ്പോൾ ലാഭം ഉണ്ടാകുന്ന സമയത്ത് അത് നേരെ ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുകയും ഗവൺമെൻറ് അത് എല്ലാവർക്കും കൂടെ കറക്റ്റായിട്ട് വീതിച്ചു കൊടുക്കുകയും ചെയ്യും. സോഷ്യലിസത്തിൻ്റെ മോട്ടോ എന്ന് പറയുന്നത് ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഓൾ ആണ്. ആബ്സെൻസ് ഓഫ് ക്ലാസ് കോൺഫ്ലിക്റ്റ് ആൻഡ് പ്രൈവറ്റ് ഓണർഷിപ്പ്. ഇവിടെ പ്രൈവറ്റ് ഓണർഷിപ്പും ഇല്ല, അതുപോലെ ക്ലാസ് കോൺഫ്ലിക്റ്റ് നടക്കാൻ ചാൻസ് ഇല്ല. ക്ലാസ് കോൺഫ്ലിക്റ്റും പ്രൈവറ്റ് ഓണർഷിപ്പും എന്ന് പറയുന്നതും ക്യാപിറ്റലിസത്തിൻ്റെ ഫീച്ചറാണ്. സോഷ്യലിസത്തിൽ ഇത് രണ്ടും തന്നെ നമുക്ക് കാണാൻ സാധിക്കില്ല. മൈനർ റോൾ ഓഫ് പ്രൈസ് മെക്കാനിസം ആയിരിക്കും. അതേപോലെ തന്നെ ഇറ്റ്സ് ഓൾസോ നോൺ ആസ് സെൻട്രലൈസ്ഡ് പ്ലാനിംഗ് എക്കണോമി. ഇനി നമുക്ക് സോഷ്യലിസത്തിൻ്റെയും കോപ്പറേഷൻ്റെയും സിമിലാരിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കോപ്പറേഷൻ ഈസ് മോർ അക്കിൻ ടു സോഷ്യലിസം. ബോത്ത് ആർ മെയിൻ ഫോർ അബോലിഷൻ ഓഫ് ക്യാപിറ്റലിസം, എൻഷോർസ് എക്കണോമിക് ഇക്വാലിറ്റി. അപ്പോൾ കോപ്പറേഷൻ ആണെങ്കിലും സോഷ്യലിസം ആണെങ്കിലും രണ്ടും എക്കണോമിക് ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ എക്കണോമിക് ഇൻഇക്വാലിറ്റീസ് കാണിക്കുന്ന ക്യാപിറ്റലിസത്തിനെ അബോലിഷൻ ചെയ്യുക എന്നുള്ളത് സോഷ്യലിസത്തിൻ്റെയും കോപ്പറേഷൻ്റെയും മെയിൻ എയിമായിരുന്നു. എയിംസ് അറ്റ് വെൽഫെയർ ഓഫ് ദ കമ്മ്യൂണിറ്റി. ബോത്ത് ലേ എംഫസിസ് ഓൺ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, റെൻഡറിങ് ഓഫ് സർവീസസ് റാദർ ദാൻ ഏൺ പ്രോഫിറ്റ്, എയിം ടു എലിമിനേറ്റ് കോമ്പറ്റീഷൻ. കോപ്പറേഷൻ ആൻഡ് സോഷ്യലിസം ആർ ഡെമോക്രാറ്റിക് ഇൻ ക്യാരക്ടർ. അപ്പോൾ ഇതിലെന്ന് പറയുന്നത് കോമ്പറ്റീഷൻ വളരെ കുറവായിരുന്നു. അവർ കോമ്പറ്റീഷൻ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു എയിം കൂടിയായിരുന്നു. അതേപോലെ തന്നെ പ്രോഫിറ്റ് മേക്കിങ്ങിനേക്കാളും കൂടുതൽ മെമ്പേഴ്സിന് അല്ലെങ്കിൽ സിറ്റിസൺസിന് സർവീസസ് കൊടുക്കുക എന്നുള്ളതായിരുന്നു രണ്ട് എക്കണോമിക് സിസ്റ്റം കൊണ്ടും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ബോത്ത് സിസ്റ്റം ആർ ഇക്വാലിറ്റി, ഇക്വിറ്റി ആൻഡ് ലിബർട്ടി. അടുത്തത് ക്യാപിറ്റലിസം ആണ്. നമ്മൾ സോഷ്യലിസം പഠിക്കുമ്പോൾ പഠിച്ചു അവിടെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് സ്റ്റേറ്റ് ആണെന്ന്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. ക്യാപിറ്റലിസത്തിൽ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആയിരിക്കും. ഗവൺമെൻറ്റിൻ്റെ കൺട്രോൾ എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കോമ്പറ്റീഷന് വലിയ റോളാണുള്ളത്. കോമ്പറ്റീഷൻ ഹൈ ലെവൽ കോമ്പറ്റീഷൻ ആയിരിക്കും. ഇവരുടെ പ്രധാന മോട്ടോ എന്ന് പറയുന്നത് തന്നെ, അല്ലെങ്കിൽ എയിം എന്ന് പറയുന്നത് തന്നെ പ്രോഫിറ്റ് മേക്കിംഗ് ആയിരിക്കും. ഇപ്പോൾ കോപ്പറേഷനിലാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കോപ്പറേഷൻ്റെ മോട്ടോ എന്ന് പറയുന്നത് സർവീസാണ്, പ്രോഫിറ്റ് മേക്കിംഗ് അല്ല എന്നുള്ളത്. പക്ഷേ ക്യാപിറ്റലിസത്തൊക്കെ വരുമ്പോൾ ഇവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ക്യാപിറ്റലിസം എന്താണെന്ന് വായിക്കാം. ഇറ്റ് ഈസ് ആൻ എക്കണോമിക് സിസ്റ്റം വെർ ദ എൻറ്റയർ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ വെസ്റ്റഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് വിത്ത് മിനിമം ഗവൺമെൻറ് ഇൻ്റർഫിയറൻസ്. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആയിരിക്കും വിത്ത് മിനിമം ഗവൺമെൻറ് ഇൻ്റർഫിയറൻസ്. ഓൾഡസ്റ്റ് ഫോം ഓഫ് എക്കണോമിക് സിസ്റ്റം. ക്യാപിറ്റലിസം ആണ് നമ്മൾ പഠിച്ചിട്ടുള്ള എക്കണോമിക് സിസ്റ്റത്തിൽ ഓൾഡസ്റ്റ് ഫോം ഓഫ് എക്കണോമിക് സിസ്റ്റം എന്നറിയപ്പെടുന്നത്. ദ മെയിൻ എയിം ഈസ് ടു ഏൺ മാക്സിമം പ്രോഫിറ്റ്, ഗ്രേറ്റർ ഡിസ്പാരിറ്റി ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ. അപ്പോൾ ക്യാപിറ്റലിസത്തിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റ് മേക്കിംഗ് ആണ്. അതേപോലെ ഇവിടെ പാവപ്പെട്ടവൻ ധനികൻ എന്നുള്ള വലിയൊരു ഡിസ്പാരിറ്റി തന്നെ ക്യാപിറ്റലിസത്തിൽ ഉണ്ട്. അടുത്തത് ഹൈ ലെവൽ കോമ്പറ്റീഷൻ. നല്ല രീതിക്ക് കോമ്പറ്റീഷൻ ആയിരിക്കും ക്യാപിറ്റലിസത്തിൽ ഉണ്ടായിരിക്കുക. കാരണം എന്താ, ഇവിടെ കൺട്രോൾ ചെയ്യുന്നത് ഗവൺമെൻറ് അല്ല, പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആണ്. പ്രോഫിറ്റ് മേക്കിംഗ് ആണല്ലോ ഇവരുടെ മെയിൻ എയിം. അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ നല്ല രീതിക്ക് ഉണ്ടായിരിക്കും. അടുത്തത് ക്യാപിറ്റലിസത്തിൻ്റെ മോട്ടോ ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാപിറ്റലിസത്തിൻ്റെ മോട്ടോ എന്ന് പറയുന്നത് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. കോപ്പറേഷൻ്റെ മോട്ടോ എന്തായിരുന്നു? കോപ്പറേഷൻ്റെ മോട്ടോ ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച് ആണ്. അതേപോലെ സോഷ്യലിസത്തിൻ്റെ ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഓൾ. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചത് ക്യാപിറ്റലിസം എന്ന് പറയുന്ന എക്കണോമിക് സിസ്റ്റത്തിൽ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആയിരിക്കും. അവിടെ ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർഫിയറൻസ് എന്ന് പറയുന്നത് മിനിമം ആയിരിക്കും. വളരെ കുറഞ്ഞ രീതിക്ക് മാത്രമേ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകൾ ക്യാപിറ്റലിസത്തിൽ ഉണ്ടായിരിക്കുള്ളൂ.
അതേപോലെ ഇവിടെ മെയിൻ എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റ് മേക്കിംഗ് ആണ്. മോട്ടോ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ്. അതേപോലെ തന്നെ ധനികൻ, പാവപ്പെട്ടവൻ എന്നിങ്ങനെയുള്ള വലിയൊരു ഡിസ്പാരിറ്റി തന്നെ ക്യാപിറ്റലിസത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രോഫിറ്റ് ഓറിയൻറ്റഡ്, പ്രൈവറ്റ് ഓണർഷിപ്പ്, ലിമിറ്റഡ് റോൾ ഓഫ് ഗവൺമെൻറ്, ക്ലാസ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ലേബർ ആൻഡ് ക്യാപിറ്റൽ, മോണോപോളി ആൻഡ് ക്ലാസ് വാർ, ബാറ്റിൽ ബിറ്റ്വീൻ ഹാവ്സ് ആൻഡ് ഹാവിൻസ്, കൺസ്യൂമർ സോവർജിനിറ്റി, റോൾ ഇൻ മാർക്കറ്റ് മെക്കാനിസം ആൻഡ് അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്. ഇനി നമ്മൾ നോക്കുന്നത് സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ക്യാപിറ്റലിസം ആൻഡ് കോപ്പറേഷൻ. ബോത്ത് യൂസസ് ലേബർ ആൻഡ് അതർ ഫാക്ടേഴ്സ് അറ്റ് ലോവർ റേറ്റ്. ക്യാപിറ്റലിസത്തിലാണെങ്കിലും കോപ്പറേഷനിലാണെങ്കിലും ലേബറും അതുപോലെയുള്ള അതർ ഫാക്ടേഴ്സും വളരെ കുറഞ്ഞ നിരക്കിലേ അവർ യൂസ് ചെയ്യുള്ളൂ. എംപ്ലോയീസ് എന്ന് പറയുന്നത് വെൽ പെയ്ഡ് എക്സിക്യൂട്ടീവ്സ് ആയിരിക്കും. ലേബർ വളരെ കുറഞ്ഞ നിരക്കിലാണ് യൂസ് ചെയ്യുന്നതെന്നാണെങ്കിലും എംപ്ലോയീസ് വെൽ പെയ്ഡ് ആയിരിക്കും. ഡിപ്പെൻഡ് ഓൺ ബിസിനസ് എഫിഷ്യൻസി. ബോത്ത് ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഗവൺമെൻറ് ഇൻ്റർഫിയറൻസ്. അല്ലെങ്കിൽ മിനിമം ലെവൽ ഓഫ് ഗവൺമെൻറ് ഇൻ്റർഫിയറൻസേ രണ്ടിലും ഉണ്ടായിരിക്കുള്ളൂ. റിക്വയർ ക്യാപിറ്റൽ ഫോർ ഓപ്പറേഷൻ. രണ്ടിൻ്റെയും നടത്തിപ്പിന് വേണ്ടിയിട്ട് ക്യാപിറ്റൽ അത്യാവശ്യമാണ്. അടുത്ത എക്കണോമിക് സിസ്റ്റം കമ്മ്യൂണിസം. കമ്മ്യൂണിസം ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ കാൾ മാർക്സ്. ജർമ്മൻകാരനായ കാൾ മാർക്സ് ആണ് കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് കൊണ്ടുവന്നത്. കമ്മ്യൂണിസം ഈസ് എ ഫിലോസഫിക്കൽ, സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ഐഡിയോളജി ആൻഡ് മൂവ്മെൻറ്റ് ഹൂസ് അൾട്ടിമേറ്റ് ഗോൾ ഈസ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റി. അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റീനെ ഉണ്ടാക്കുക എന്നുള്ള രീതിക്ക് അത് ലക്ഷ്യം വെച്ചുകൊണ്ട് ഉണ്ടായ ഒരു എക്കണോമിക് സിസ്റ്റമാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. ഇതൊരു എക്കണോമിക് ഐഡിയോളജിയാണ്. ഐഡിയോളജി മാത്രമാണ് നടപ്പിൽ വരുത്താൻ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു എക്കണോമിക് സിസ്റ്റമായിരുന്നു കമ്മ്യൂണിസം എന്ന് പറയുന്നത്. അതായത് അവിടെ അവർ എയിം ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാവപ്പെട്ടവൻ ധനികൻ എന്നൊന്നും ഇല്ലാണ്ട് എല്ലാവർക്കും ഈക്വലായിട്ട് ഇൻകം ആണെങ്കിലും വെൽത്ത് ആണെങ്കിലും ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എല്ലാവരെയും ഒരേപോലെ കാണുക എന്നുള്ളതായിരുന്നു കമ്മ്യൂണിസം മുന്നോട്ട് കൊണ്ടുവന്ന ആശയം. ഇപ്പോൾ ഒരാൾ ഭയങ്കര റിച്ചാണ്, അവരുടെ കയ്യിൽ ഇപ്പോൾ ഒരു 50,000 രൂപയുണ്ട്. അടുത്ത ആൾ പാവപ്പെട്ടവനാണ്, അവരുടെ കയ്യിൽ 10,000 രൂപയേ ഉള്ളൂ എന്നാണെങ്കിൽ 50,000 രൂപയുള്ള ആളുടെ കയ്യിൽ നിന്ന് ക്യാഷ് വീക്കായി നിൽക്കുന്ന ആൾക്ക് കൊടുത്ത് രണ്ടുപേരെയും ഈക്വലായിട്ട് കൊണ്ടുപോവുക എന്നുള്ളതായിരുന്നു കമ്മ്യൂണിസം മുന്നോട്ട് വെച്ച ആശയം. നടപ്പിൽ വരുത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ നമുക്ക് എക്കണോമിക് ഐഡിയോളജി എന്നാണ് കമ്മ്യൂണിസം അറിയപ്പെടുന്നത്. കമ്മ്യൂണിസം ഈസ് ആൻ എക്സ്ട്രീം ഫോം ഓഫ് സോഷ്യലിസം. സോഷ്യലിസത്തിൻ്റെ ഒരു എക്സ്ട്രീം ഫോമാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. കമ്മ്യൂണിസം ഈസ് മെയിൻലി ദ പ്രൊഡക്റ്റ് ഓഫ് മാർക്സിയം ഫിലോസഫി കണ്ടെയ്ൻഡ് ഇൻ ദ ബുക്ക് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പബ്ലിഷ്ഡ് ഇൻ 1848 വിത്ത് എഗ്രസ്. അപ്പോൾ കമ്മ്യൂണിസത്തിൽ നമ്മൾ പഠിച്ചത് ഇത്രയേ ഉള്ളൂ. കാൾ മാർക്സ് കൊണ്ടുവന്ന ഒരാശയമായിരുന്നു കമ്മ്യൂണിസം എന്നുള്ളത്. ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റീനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. ഇവിടെ ഇൻകം ആണെങ്കിലും വെൽത്ത് ആണെങ്കിലും ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതായിരുന്നു ഇവരുടെ ആശയം. അതേപോലെ തന്നെ സോഷ്യലിസത്തിൻ്റെ ഒരു എക്സ്ട്രീം ഫോമാണ് കമ്മ്യൂണിസം എന്നുള്ളത്. അപ്പോൾ നമ്മളിന്ന് നോക്കിയത് സോഷ്യലിസം, ക്യാപിറ്റലിസം ആൻഡ് കമ്മ്യൂണിസം. അപ്പോൾ സോഷ്യലിസത്തിലെന്ന് പറയുമ്പോൾ എൻ്റെ പ്രൊഡക്ഷനും എല്ലാ സർവീസസും കാര്യങ്ങളും എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഒരു സ്റ്റേറ്റ് ആയിരിക്കും. സ്റ്റേറ്റിൻ്റെ അണ്ടറിലായിരിക്കും എല്ലാം നടക്കുന്നത്. ക്യാപിറ്റലിസം ആണെങ്കിൽ അവിടെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആയിരിക്കും എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കോൺഫ്ലിക്റ്റും കോമ്പറ്റീഷനും ഒക്കെ ഒരുപാട് കൂടുതലായിരിക്കും. പിന്നെ കമ്മ്യൂണിസത്തെക്കുറിച്ച് പഠിച്ചു. കമ്മ്യൂണിസം എന്ന് പറയുമ്പോൾ കാൾ മാർക്സ് മുന്നോട്ട് കൊണ്ടുവന്ന ഒരാശയമായിരുന്നു കമ്മ്യൂണിസം. അവരുടെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റി ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതായിരുന്നു. ഈ ആശയം എന്ന് പറയുന്നത് നടപ്പിൽ വരുത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ആശയമായതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഒരു ഐഡിയോളജി ആയിട്ടാണ് കണക്കാക്കുന്നത്. പിന്നെ നമ്മൾ പഠിച്ചത് ഓരോ എക്കണോമിക് സിസ്റ്റത്തിൻ്റെയും മോട്ടോസ് ആയിരുന്നു. സോഷ്യലിസത്തിൻ്റെ മോട്ടോ ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഓൾ. കോപ്പറേഷൻ്റെ ഈച്ച് ഫോർ ഓൾ ആർ ഓൾ ഫോർ ഈച്ച്. ക്യാപിറ്റലിസത്തിൻ്റെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കോപ്പറേഷൻ പ്രിൻസിപ്പിൾസ്, ICAയുടെ കോപ്പറേഷൻ പ്രിൻസിപ്പിൾസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.